നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, എൻ്റെ സമുദായവും എൻ്റെ സമൂഹവും ഇത്ര കണ്ട് ചിന്താശക്തി ഇല്ലാതായാൽ അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്താം. ഇന്ത്യൻ ജനസംഖ്യയിൽ 90% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് നിവർന്നു നിന്നുകൊണ്ട് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ തർക്കവും ലഹളയും ഇല്ലാതെ ഞങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം വേണമെന്ന് പറയാൻ എന്താണ് പേടി? നിങ്ങളെ ആരാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? 90% ജനത പിന്നോക്കത്തിൽ ന്യൂനപക്ഷമാണ്. അവർ പറയേണ്ടത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം വേണം. എന്തിലൊക്കെ വേണം? തിരഞ്ഞെടുപ്പ്, തൊഴിൽ, പഠനം. ഈ 3 കാര്യങ്ങളിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ധൈര്യക്കുറവും പേടിയും ഭയവും? അതാണ് ഷായിസം എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ജനതാദൾ നാഷണലിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ജനറൽ മൊയ്തീൻ ഷാക്ക് പറയാനുള്ളത്. അതിന് മുൻപായിട്ട് ആമുഖമായിട്ട് 1-2 കാര്യം സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, ഇന്ന് വൈകിട്ട് കൂടി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വടക്ക് കിഴക്കൻ കവാടം, SR റോഡിൽ കവാടം വഴി എനിക്ക് സന്ദർഭവശാൽ വെറും ആക്റ്റീവ് സ്കൂട്ടർ, കാറൊന്നുമില്ല, പോട്ടിയൊന്നും, എന്തൊരു ബുദ്ധിമുട്ടാണ് അവർ കടന്നു കിട്ടാൻ. ഇപ്പം നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാർ അല്ലെങ്കിൽ ട്രാഫിക് സെക്ഷൻ, കോർപ്പറേഷൻ കൗൺസിലർമാർ എല്ലാവരും വിനയമായിട്ട് ഒരു റിക്വസ്റ്റ് പറയണം. മാസങ്ങൾക്ക് മുമ്പ് സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളൊരു പരാതി അയച്ചത്, പരാതിയല്ല, ഒരു നിർദ്ദേശം. അതായത് നോർത്ത് ടൗൺ ഹാൾ വന്ന് നോർത്ത് പാലത്തിൽ കയറിയിട്ട് നേരെ ലിസി ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ, പ്രത്യേകിച്ച് പീക്ക് അവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് 8 മുതൽ 10 വരെയും 4 മുതൽ 6 വരെയും. ആ സമയത്താണ് SR റോഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള 100 വാഹനങ്ങൾ. ഇതിന് അവിടെ വന്ന് ജാമോ, അങ്ങനെ ബ്ലോക്കാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം വെച്ചു പോലീസോട്. അത് കമ്മീഷൻ സംസാരിച്ചു. ഇത് പോളിസി മാറ്റർ ആയതുകൊണ്ട് വികസന സമിതി, ജില്ലാ വികസന സമിതി കൂടി വേണം തീരുമാനിക്കുക. ആ തീരുമാനം എടുക്കുക. എന്താണ് വൈക്ലഭ്യം, എന്താണ് സാങ്കേതിക തടസ്സം? പറഞ്ഞ മറ്റൊന്നുമില്ല. SR റോഡ്, പച്ചാൾപൂരിന് SR റോഡിൽ ശാസ്ത്ര ടെമ്പിൾ റോഡ് ജംഗ്ഷൻ ഉണ്ട്. അവിടെ മുതൽ നോർത്ത് പാലത്തിലേക്ക് 1 വേ ആക്കണം. അതിന് സാങ്കേതിക വശങ്ങൾ, നിയമവശങ്ങൾ പഠിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് പച്ചാളത്ത് വരുന്ന വാഹനങ്ങളെല്ലാം ശാസ്ത്ര ടെമ്പിൾ റോഡ് കയറി നേരെ മണപ്പാട്ടി പറമ്പ് അല്ലെങ്കിൽ MES ജംഗ്ഷൻ, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ പോത്തീസ് ജംഗ്ഷൻ അവിടെ വന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. 4 ദിവസത്തേക്ക് പോകാൻ സൗകര്യമുണ്ട്. അത് ഒരു വഴി. മറ്റൊരു വഴി, ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ലിസി ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, അതിൻ്റെ മറ്റൊരു വാഹനങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷൻ വരെയെങ്കിലും 1 വേ ആക്കി കൂടെ? റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ വാഹനങ്ങൾ നേരെ ശാസ്ത്ര ടെമ്പിൾ റോഡ് വഴി മണപ്പാട്ടി പറമ്പിലേക്ക് വരിക. റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട പാർട്ടികൾ ലിസി ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കടന്നു പോവുക. അങ്ങനെയെങ്കിലും ആക്കിക്കൂടെ എൻ്റെ ബഹുമാനപ്പെട്ട ഭരണാധികാരികളെ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ബുദ്ധി ദൈവം തന്നിരിക്കുന്നത്? ചിന്താശക്തി, പ്രാക്ടിക്കൽ നോളജ്, പ്രായോഗിക അറിവ്, ഇതൊക്കെ ഒന്ന് ചെയ്തുകൂടെ? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണോ? എന്തൊരു ബുദ്ധിമുട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ കടന്നുകൂടാൻ. ഇപ്പം ഏതാണ്ട് ജനങ്ങളിൽ യാത്രക്കാർ 4% കിഴക്കൻ SR റോഡ് വഴിയിൽ ജനിച്ചു പോകുന്നത്. പഴയ മാസ് ഹോട്ടലിലെ മെയിൻ എൻട്രൻസിൽ ഇപ്പോൾ അധികം പേര് പോകുന്നില്ല. അവർക്ക് പോയ വലിയ ബുദ്ധിമുട്ടാണ്. അതേമത്ത് ഇവിടെ നേരെ ലിസി ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിലോ ഇങ്ങോട്ട് വേണമെങ്കിൽ പോകാം. എന്താണ് അതൊക്കെ ചിന്തിക്കാത്തത്? നിങ്ങൾ എന്തിനാണ് ഈ ജോലി സ്ഥലത്തിരിക്കുന്നത്? ചിന്താശക്തി ഒന്ന് ആലോചിച്ചുകൂടെ? വെറുതെ ഇരിക്കുന്നത് കണ്ണടിച്ച് ചിന്തിച്ചൂടെ? എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന്? ഇല്ലെങ്കിൽ വിവരമുള്ളവർ പറയുന്നത് കേട്ട് അതെങ്ങനെ ചെയ്തുകൂടെ?
അതുപോലെ സംഭവമാണ്. ഇപ്പോൾ പൈപ്പ് ലൈൻ റോഡ് ഇപ്പോൾ മെട്രോ പണി നടക്കുകയാണ്. അവിടെ ഭയങ്കര തിരക്കാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, പണി നടക്കാനുള്ള അവർ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അധികം പേരും മറ്റേ പൈപ്പ് ലൈൻ റോഡ് ഇപ്പോൾ തമ്മത്ത് പോകുന്ന പൈപ്പ് ലൈൻ റോഡ് കുറച്ച് വീതി കൂട്ടി മെയിൻ്റെനൻസ് നടത്തിയിട്ടുണ്ട്. അപ്പം പരമാവധി വാഹനങ്ങൾ വരാണ്. അപ്പോൾ പൈപ്പ് ലൈൻ റോഡിൽ കൂടി വരുന്ന വാഹനങ്ങൾ പഴയ എം എൽ എ ഓഫീസിരുന്ന അതിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൺ വേ സംവിധാനം അറ്റ്ലീസ്റ്റ് 8 മുതൽ 10 വരെയും 4 മുതൽ 6 വരെയും ചേർത്തപ്പെടുത്താം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കും. നമ്മുടെ പ്രധാന വിഷയം അതല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അത് പ്രധാന വിഷയം എൻ്റെ സമൂഹം എന്നാൽ മൊത്തത്തിൽ ഒരു സമുദായം എന്നാണ് എൻ്റെ സമുദായം. അപ്പോൾ എൻ്റെ സമുദായത്തോടും സമൂഹത്തോടും പറയാനുള്ളത്, ഇന്ത്യൻ ജനസംഖ്യയിൽ 90% വരുന്നത് പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് ജനസംഖ്യക്ക് ആനുപാതികമായി പ്രാതിനിധ്യം വേണമെന്നുള്ളത് ഭരണഘടനാ വിരുദ്ധമല്ല. സംവരണം വേണമെന്ന് പറഞ്ഞാൽ പക്ഷെ അത് എതിർപ്പുണ്ടാകാം. ചില വിഭാഗങ്ങൾ സംവരണമില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംവരണം ഉള്ളത് ദളിതുകൾക്കും ആദിവാസികൾ ഉൾപ്പെടുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബാണ് മെയിനായിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സംവരണം എന്ന പ്രയോഗം നിർത്തുന്നേ, അത് വേണ്ട ഇനി. പക്ഷെ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ, ജനസംഖ്യക്ക് ആനുപാതിക പ്രാതിനിധ്യം. 2012 സൽമാൻ ഖുർഷിദ് UP പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ കൊടുക്കുന്ന 4.5% സംവരണം 9% ആക്കണമെന്ന് പറഞ്ഞു. അന്ന് BJPക്കാരൊക്കെ എതിർത്തു. അന്നത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പോലും അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ സംവരണം വേണം എന്നല്ല പറയേണ്ട സഖാവ്. ഈ സൽമാൻ ഖുർഷിദ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. സൽമാൻ ഖുർഷിദ് സാഹിബേ അല്ലെങ്കിൽ സാറേ, നിങ്ങൾ സംവരണം വേണമെന്നല്ല പറയേണ്ടത്. നിങ്ങൾ മുസ്ലിങ്ങൾ കാര്യമേ പറയരുത്. പിന്നെ എന്ത് വേണം? ജനസംഖ്യക്ക് ആനുപാതികമായ പ്രാതിനിധ്യം, റെപ്രസെൻറ്റേഷൻ. അതിന് ആർക്കും എതിർക്കാൻ പറ്റില്ല. ഒരു കോടതി പോലും എതിർക്കാൻ പറ്റില്ല. അത് ജനാധിപത്യ രീതിയിൽ മാന്യമായ ഒരു അവകാശമാണ്, അംഗീകാരമാണ്, അവസരമാണ്. ഇതൊക്കെ എന്നാണ് നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നയിക്കുന്നത്. ആ പാർട്ടിയുടെ അധോഗതിയും മണ്ടത്തരവും ഇവിടെ വളരെ ശക്തമായിട്ട് വളർന്നു വരുന്ന BJP സംഘപരിവാറിൻ്റെ വളർച്ചയും അവരുടെ ശക്തിയും മനസ്സിലാക്കാതെ ഈ മണ്ടന്മാരായ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്, രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ, മണ്ട ശിരോമണികളെ നിങ്ങൾ വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഇന്ന് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ കപ്പാസിറ്റി? ഞാൻ ഇന്ന് ബ്രോഡ്വേ കൂടി പോയപ്പോഴേ എന്തോ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന പരിപാടി MLA പേരിൽ, അത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പാണ്. ഏടോ കോൺഗ്രസ്സുകാരെ, ബുദ്ധിയില്ലാത്ത മണ്ട ശിരോമണിയിലെ DCC പ്രസിഡന്റ് ഇല്ലാത്തൊരു പരിപാടി. ഞാനൊക്കെ കൊച്ചിൽ ചെറിയ പാർട്ടിക്കാരനാണ്, വലിയ ആളൊന്നുമില്ല. ഇതിൽ ഞങ്ങൾ സാമാന്യ ബുദ്ധിമുട്ട്. DCC പ്രസിഡന്റ് ഇല്ലാത്തൊരു പരിപാടി കോൺഗ്രസ്സിന് എറണാകുളത്ത് ജില്ലയിൽ നടത്താവോ? ഇത് DCC പ്രസിഡന്റ് ഇല്ല. കാരണം അദ്ദേഹം സതീശ ഗ്രൂപ്പാണ്, ഇത് രമേശ് ഗ്രൂപ്പാണ്, മറ്റും മറിച്ച ഗ്രൂപ്പാണ്, കോപ്പാണ്. കളിച്ച് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഈ വെള്ളി കളിച്ച് BJP കൊടുത്തു. ഇപ്പം ട്രിവാൻഡ്രത്ത് BJP മാറ്റണമെന്ന് കോൺഗ്രസ് അഭിപ്രായം ഇല്ലെന്നാണ് ചെല്ലു പറയുന്നത്. അവിടെ ഉരുട്ട് കളിക്കാണ്, തെമ്മാടുത്തം കാണിക്കുന്നത്. അതൊക്കെ കാരണം കോൺഗ്രസ് കുഴപ്പമില്ല. ഇവിടെ 90% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷം ഉൾക്കൊള്ളുന്ന ആ ജനക്കൂട്ടത്തിൻ്റെ കഴിവേട് തന്നെയാണ്. ഞാൻ ഉൾപ്പെടെ പറയണം, എന്നെ മാറ്റി തന്നില്ല. ഞാൻ ഉൾപ്പെടെ പറയാം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടൂടാ? ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം. അത് ആരെങ്കിലും പറയുന്നുണ്ടോ? ഈ മുസ്ലിം ലീഗ് പറയുന്നുണ്ടോ? SNDP പറയുന്നുണ്ടോ? ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായം പറയുന്നുണ്ടോ? അവരെല്ലാം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് അത് മാത്രമേ പറയത്തുള്ളൂ. മുസ്ലിങ്ങൾക്ക് എന്ത് കൊടുത്താൽ പാട്? സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ 7% വസ്തുക്കൾക്ക് ഉടമകളായിരുന്ന മുസ്ലിം സമുദായം ഇന്ന് 1%. ഇപ്പം BJP വന്ന ശേഷം 1 താഴെ. എന്താണ് മുസ്ലിങ്ങൾ കൊടുത്തിരിക്കുന്നത്?
ഈ കോൺഗ്രസ് ഗവൺമെന്റ് ഇത്രകാലം ഭരിച്ചുള്ള ഏകപക്ഷീയമായിട്ട് ഈ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ചപ്പോഴാണ് മുസ്ലിങ്ങൾക്ക് 7% നിന്ന് 1% കുറഞ്ഞത്. അതിപ്പോൾ വീട് ഒന്നിൽ താഴെ. പിന്നെ എന്ത് കോപ്പാണ് മുസ്ലിങ്ങൾക്ക് കൊടുത്തു വന്നത്? അതൊരു ചോദ്യം ചെയ്യാനും ന്യായമായിട്ട് ഒറ്റ മുസ്ലിം നേതാക്കളുണ്ടോ? ഉണ്ട്. തീവ്രവാദത്തിലേക്ക് പോകുമ്പോയിക്കുന്നതിന് പിന്നെ എന്താണ് പറയുക, അനുകൂലമായോ രഹസ്യമായോ പരസ്യമായോ പിന്തുണയോട് നടക്കുന്നത്. ഞങ്ങൾ അതൊന്നല്ല പറഞ്ഞു. ഞങ്ങൾ മാതൃരാജ്യമായ ഭാരതത്തിൽ ഇന്ത്യയെ 100% അംഗീകരിച്ചോടും ബഹുമാനിച്ചുകൊണ്ടും ഇവിടുത്തെ ജനങ്ങളെല്ലാം ഏകോദര സഹോദരന്മാരാണെന്ന് അംഗീകരിച്ചുകൊണ്ടും എല്ലാവർക്കും നീതി ലഭിക്കാൻ വേണ്ടി പറയുന്നതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അല്ല ബോംബൊരിക്കലും പിന്നെ തീവ്രവാദമൊന്നുമില്ല. അതൊന്നും ഒരിക്കലും ഒരു സ്ഥലത്തും എത്തിക്കില്ല. ന്യായമായിട്ട് നേരെ വാ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, സമാധാനപരമായിട്ട്. അല്ല ഒരു 1/2 കിലോ അറസ്റ്റ് വിരോധവും ഒരു 1/4 കിലോ മുസ്ലിം സേവ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. വിഡ്ഢികളെ, നിങ്ങൾ എന്ത് നേടി? PDP പോലും ഇങ്ങോട്ട് തീവ്രവാദ പാർട്ടികൾ പ്രസ്ഥാനം ഉണ്ടാക്കിയല്ലോ. എവിടെ എത്തി നിങ്ങൾ? എത്ര വർഷമായി? കേവലം 20 വർഷം പോലും എടുക്കാതെ BJPക്ക് ഇന്ത്യയിൽ ഏകപക്ഷമായിട്ട് ഒറ്റക്ക് ഭരണത്തിൽ കയറാൻ പറ്റിയെങ്കിൽ 20-30 വർഷം PDPക്ക് എന്ത് സംഭവിച്ചു? ഒരു MLA ഉണ്ടാക്കാൻ പറ്റിയോ? നിങ്ങൾക്കത് എത്തിയോ? ശക്തിയോജന കേരള കോൺഗ്രസ് അവരെവിടേക്ക് എത്തി? മുഖ്യമന്ത്രി ചോദിച്ചു ബാക്കി എല്ലാ സ്ഥാനങ്ങളും കൈകാര്യത്തില്ലേ? ഇപ്പോഴും ഒരു ഭരണത്തിലല്ലേ? എന്താ അവർ തീവ്രവാദമല്ല പറയുന്നത്? അവർ പറയുന്നത് രാഷ്ട്രീയ ജനാധിപത്യ രാഷ്ട്രീയമാണ്. അവർ SDP അവർക്കെല്ലാം RSS വിരോധമാണ്. അതുകൊണ്ട് കുറെ മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റില്ലെന്നല്ല, ഞങ്ങൾക്ക് പറ്റാതെ പോകുന്നു, അവർക്ക് പറ്റും. RSS വിരോധം പറയുന്നുണ്ടാണ്. ഞങ്ങൾ RSS വിരോധം പ്രത്യേകം പറയുന്നില്ല. പ്രശ്നാധിഷ്ഠമാണ് ഞങ്ങളുടെ എതിർപ്പ്. SDP BJP RSS വിരോധം പറയുന്നുണ്ട്. കുറച്ച് മുസ്ലിങ്ങൾ കിട്ടും. അതുകൊണ്ട് എന്തുണ്ടായി? 20-30 വർഷമായിട്ട് MLA ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂടോ? CMP CP ജോൺ എത്ര വർഷമായി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ MLA മന്ത്രിയായില്ലേ? കേരള കോൺഗ്രസ് രമ ഇവരെല്ലാം MLA ആയില്ലേ? നിങ്ങൾ എത്ര വർഷമായി പ്രവർത്തിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് RSS വിരോധമല്ല നമുക്ക് വേണ്ടത്, മുസ്ലിം വിരോധമല്ല നമുക്ക് വേണ്ടത്, പിന്നോക്ക വിരോധമല്ല വേണ്ടത്, മുന്നോക്ക വിരോധമല്ല വേണ്ടത്. നമുക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യമാണ് വേണ്ടത്. അതിന് പറയേണ്ടത് സമാധാനമായിട്ടാണ്. മനസ്സിലായില്ലേ? അത് ചെയ്യുന്നുണ്ടോ? മുസ്ലിം സമുദായം ഒന്ന് വാ വിളിച്ചു നോക്ക്. നിങ്ങളെക്കുറിച്ച് മാത്രം തീവ്രവാദം പറയുന്നത് നിരപരാധികളെ നിങ്ങൾ, എനിക്കറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ ആരോപണം മുഴുവൻ നിങ്ങൾക്കാണ്, നിങ്ങളുടെ പേരിൽ വരുന്നത്. ഇപ്പോൾ കുറച്ച്, അതായത് തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുമ്പോൾ കുറച്ച് കുറ്റം നിങ്ങളുടെ മക്കളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പെരുപ്പിച്ച് വലുതാക്കി എടുക്കുന്നു. ഒരാൾ ശബ്ദിച്ചപ്പോഴും അത് കറുത്ത എന്തോ സാധനം ഉണ്ടായി. അത് രണ്ടാമത്തെ പറഞ്ഞിട്ട് കാക്കയെ പോലെ കറുത്ത് ശബ്ദിച്ചു. മൂന്നാമത്തെ പറഞ്ഞപ്പോൾ കാക്ക് ശബ്ദിച്ചതായി. അത് നിങ്ങൾ ഒരു വഴി വെച്ചു കൊടുക്കും, അതിന് ഡെവലപ്പ് ചെയ്ത് സംഘപരിവാർ ഇവിടെ ഉന്നതിയിലെത്തിക്കും. അതിന് വെള്ളം വെച്ചു കൊടുക്കരുത്, സാഹചര്യം കൊടുക്കരുത്. നിങ്ങളെക്കുറിച്ച് ആരോപണം ഉണ്ടാകാൻ, തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടാകാൻ വയ്ക്കരുത്. അതാണ് ബുദ്ധിയിലെങ്കിലും മനസ്സിലാക്കുക. ഞാൻ ഈ മന്ത്രി സാഹിബിനോടും SDP നേതാക്കളൊക്കെ പറയുന്നത്, തീവ്രവാദം കൊണ്ട് ഒരു ചുക്കും നടക്കില്ല, ആരും വിജയിച്ചിട്ടില്ല. ഇപ്പൊ 100 വർഷം കഴിഞ്ഞ ഈ RSS ഇന്ത്യയിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് കുറച്ച് ഭരണത്തേക്ക് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ആ സമുദായത്തിൽ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഹിന്ദു സമുദായം എന്ത് നേട്ടമുണ്ടായി RSSനെ കൊണ്ട്? ഹിന്ദു സമുദായത്തെ സഹോദരങ്ങൾ നിഷ്പക്ഷമായും സമാധാനമായിട്ട് ആലോചിച്ച് നോക്ക്. 100 വർഷം RSS ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ട് ഹിന്ദു സമുദായത്തെ എന്തുണ്ടായി? അവരുടെ സാമ്പത്തിക നില, അവരുടെ ആരോഗ്യസ്ഥിതി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പുരോഗമിച്ചിട്ടുണ്ടോ അന്നത്തേക്കാൾ അപേക്ഷിച്ച്? 7 വർഷം എങ്ങനെയാണ്? അതൊക്കെ താഴെ ഇന്ന് ഹിന്ദുവിൽ പിന്നോക്ക ഹിന്ദുക്കളുടെ അവസ്ഥ, ഇന്ത്യയിൽ ദളിതുകളുടെ അവസ്ഥ, ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ. ഒരു പറ്റം സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗത്തിന് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും എല്ലാം ഉന്നതി നേടിയിട്ടുണ്ടെങ്കിലും ബാക്കി 90% ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്ക് ഇന്നും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ നിലയിലും താഴ്ച തന്നെയാണ്.
വളർച്ചയല്ല. കണക്കുദ്ധരിക്ക്. ഇപ്പൊ സെൻസസ് റിപ്പോർട്ട് വരും, ഏതൊരു മാസങ്ങളിൽ സെൻസസ് റിപ്പോർട്ട്, ആ സെൻസസ് റിപ്പോർട്ടിലും കാണാം എവിടെയാണ് പിന്നോക്ക അവസ്ഥയെന്ന്. ഇത് നാലാണ് 1/2 കിലോ RS വിരോധം, ഒരു 1/4 കിലോ മുസ്ലിം സ്നേഹം. അതല്ല വേണ്ടത്. ആദ്യം ഇത് RS വിരോധം, RS എതിർപ്പും അത് മാറ്റിവെക്കുക. നമുക്ക് നമ്മുടെ കാര്യം നേടിയെടുക്കണം. അതാണ് ന്യൂനപക്ഷങ്ങളെ പിന്നോക്കം തെളിവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ബുദ്ധിയുള്ളത് മനസ്സിലായോ? അതിന് നമുക്ക് ഒറ്റ മാർഗമാണ്. ഷായിസം എന്ന് പറഞ്ഞാൽ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് തെരഞ്ഞെടുപ്പിലും വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ബാധ്യത വേണം. ആ ഒരു പോയിന്റിൽ ആർക്കും എതിർക്കാൻ പറ്റും, ഒരു കോടതിക്കും അത് എതിർക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ അങ്ങനെ ഇന്ത്യയിൽ 90% വരെ പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് പറയുന്നില്ല? പറയാൻ പറ്റുന്നില്ല. അവിടെയാണ് കാതലായ വശം. അവിടെ പ്രാക്ടിക്കൽ തിയറി, അതുപോലെ ചിന്താശക്തി വേണം, അതുപോലെ ചിന്ത വേണം. അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക്, നേതൃത്വം കൊടുക്കുന്ന നേതാക്കളുണ്ട്. ആ നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് അതിലുള്ള ഗ്രാഹ്യം വേണം. എന്താണ് വാട്ടാമായി, ഞാൻ എന്താകണം, ഹൂവാമായി, ഞാൻ ആരാണ്? അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം ഫീൽഡിലേക്ക് ഇറങ്ങുക, ജനങ്ങൾ സംഘടിപ്പിക്കുക, എന്നിട്ട് അവരോട് കാര്യം പറയുക. തീവ്രവാദം കൊണ്ട് ഒന്നും നടക്കില്ല. നമുക്ക് തീവ്രവാദം ഇല്ലാതെ മിതഭാഗത്തോടുകൂടി നമുക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള ബാധ്യത വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. അത് നല്ലൊരു അവസരമാണ് ഇന്ത്യയിൽ. ഞങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം പറയുന്നതാണ്. പക്ഷെ ഞങ്ങൾ കൊച്ചു പാർട്ടിയാണ്. തന്നെയല്ല, ഞങ്ങൾ എല്ലാ നിലക്കും ഇതൊക്കെ പറയുന്നതുകൊണ്ട് എല്ലാ ശാരീരിക ഒഴിച്ച് ബാക്കി എല്ലാ നിലക്കും ഞാൻ സെക്രട്ടറിയുടെ അനക്സ് മധ്യകാലത്ത് വേണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിവിശാല കൊച്ചി എന്നാണ്. അതിവിശാല കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുങ്ങല്ലൂരൊക്കെ ചേർത്തിലൊക്കെ ചേർത്ത് വലിയ ഇത്, അതാണ് മെഗാ കൊച്ചി അല്ലെങ്കിൽ അതിവിശാല കൊച്ചി. അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ കാക്കാട് 1-ാം തീയതി ഒരു വലിയ സമ്മേളനം വെച്ചിട്ടുണ്ട്. ആ സമ്മേളനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, ജയ വിജയനഗർ എന്നാണ്. സിനിമാ നടൻ ജയൻ്റെ 21 വയസ്സിൽ മരിച്ചുപോയ ആ പൊന്ന് സഹോദരിയുടെ വിജയശ്രീയാണ്. ജയ വിജയനഗറിൽ സമ്മേളനം നടക്കുക. അതെല്ലാവരും അറിയിക്കണം. അതിൻ്റെ പേരിൽ അത് തകർക്കാൻ വേണ്ടി എൻ്റെ ഫോൺ കോൾ വരെ എടുത്തിട്ട് എനിക്ക് അനുകൂലം നിൽക്കുന്ന കക്ഷികൾക്കെല്ലാം മെസ്സേജും കൊടുക്കാണ്. ഇതൊന്നും വലിയ നടക്കാൻ സാധ്യതയില്ല, മാത്രമല്ല മോശമായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്? ആർക്കെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ? സെക്രട്ടറിയുടെ അനക്സ് മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വിശാല കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സെക്രട്ടറി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസവും, തിരക്ക് കുറയും, പണി നടക്കും. ഇന്നിപ്പോൾ ഈ ജനങ്ങൾ മുഴുവൻ ട്രിവാൻഡ്രത്ത് കാശായിക്കുന്നതിന് അവിടെ സെക്രട്ടറി അനങ്ങാൻ പറ്റില്ല. ഒന്നാമത് 30 വർഷം പഴക്കമുള്ള പഴയ ബിൽഡിങ്ങാണ്. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് താൽക്കാലികമായ ആസ്ഥാനം അത്. അതൊക്കെ ശാശ്വത പരിഹാരമാകും. അതുകൊണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് തൃശ്ശൂർ വിട്ട് അങ്ങോട്ട് 60% ഉദ്യോഗസ്ഥർ, അവരെ നമുക്ക് അനുകൂലമാണ്. കാരണം വെച്ചാൽ അവർക്ക് നാട്ടിലേക്ക് പോകാമല്ലോ. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ തലസ്ഥാനമുള്ള ക്യാപിറ്റൽ സിറ്റിയെ വീണ്ടും കൽക്കട്ടയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരും നേതാക്കളും പോയത് ചമ്പൽ താഴ്വര വഴിയാണ്. നമ്മൾക്ക് 10ാം ക്ലാസ്സിൽ പറയില്ലേ, ചമ്പൽ കാടിലെ കൊള്ളക്കാരെന്ന്. ഒരു കാടില്ല, ഒന്നുമില്ല. ഞങ്ങൾ മാസം ഒരിക്കൽ ഡൽഹി പോയി കിട്ടിക്കുന്നല്ലേ. ഇപ്പോൾ കുറച്ച് ആളവർ അവിടെ ചമ്പൽ താഴ്വര ഒരു 2-3 മൺതിട്ടയാണ്. ഒരു കാടുമില്ല. പക്ഷെ അതിങ്ങനെ വിശാലമായി കിടക്കണം, കിലോമീറ്റർ കണക്ക് കിടക്കാണ് അവിടെ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പതിക്കുന്ന നമ്മുടെ പോലീസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഹെലികോപ്റ്റർ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടുപിടിക്കുക. അന്ന് അത്ര സംവിധാനം ഇല്ലല്ലോ. അതാണ് അവർ തോൽക്കാൻ പ്രയാസമായത്. അവിടെ ആയിരുന്നു ആ തലസ്ഥാനം തുടങ്ങിയതെങ്കിൽ ഈ 100 വർഷം കൊണ്ട് ഇന്ന് ന്യൂയോർക്കിനേക്കാൾ വലിയ സിറ്റി ആകുമായിരുന്നു ലോകത്ത്. ചമ്പൽ മേഖലയിലെ ചമ്പൽ ടൗൺഷിപ്പ്. എന്തുകൊണ്ടാണ് അന്ന് അതിൽ കടന്നുപോയ ഉദ്യോഗസ്ഥന്മാരും അധികാരികളും അന്ന് ശ്രമിച്ചില്ല എന്ന് ഇന്നത്തെ തലമുറ ചോദിക്കുകയാണ്.
നാളെ ഞങ്ങളുടെ കാലശേഷം പുതിയ തലമുറ ഞങ്ങളെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇപ്പോഴെ തന്നെ ഞാൻ പറയല്ലേ, വരും തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും ഈ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോഴാണ് ജീവിതം പൂർത്തിയാവുള്ളൂ. ഇതാണ് ഞങ്ങൾ രണ്ടും ചെയ്യുന്നത്. ഈ തലമുറയ്ക്ക് ഞങ്ങൾ പ്രവർത്തിക്കുന്നു, വരും തലമുറയ്ക്ക് ചിന്തിക്കുന്നു. അത് 100 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തത്. എന്നിട്ട് എന്തെല്ലാം എതിർപ്പുകളാണ്. ഞാൻ ഒരു മത്സരത്തുമില്ല, വാർഡ് മെമ്പർ പോലും ഞാനാവില്ല, വേറെ ഒരു കമ്മിറ്റി അംഗം വേണ്ട, അങ്ങനെ ഒരു ആനുകൂല്യം വേണ്ട. ഇതേവരെ സർക്കാരൊക്കെ ഒരു 100 രൂപ നമ്മൾ വാങ്ങിച്ചില്ല, 1 രൂപയോടും സ്കോളർഷിപ്പ് ഉൾപ്പെടുന്നില്ല. നമ്മൾ പണിയെടുക്കുന്നു, ജീവിക്കുന്നു എന്നുള്ളൂ. എന്നിട്ടും എന്തുമാത്രം എതിർപ്പ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ കഴിഞ്ഞാൽ സമ്മതിക്കില്ല ഒരു വിഭാഗം. എൻ്റെ ഫോൺ കോൾ ഇപ്പോൾ ലൂപ്പ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ അല്ലേ, ചെയ്തിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അവരോട് പറയണത് അതൊന്നും ശരിയാവില്ല, അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് അവിടെ അവർ പിന്നെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു യോഗത്തിൽ 20 ആൾ, ആദ്യം 2-3 ആളവിടെ ഉണ്ടുള്ളൂ, പിന്നെ വന്നതെല്ലാം ആൾ കുറഞ്ഞു മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയിട്ട് 11 പേരുണ്ടായി, ബാക്കി 9 പേരുണ്ടുള്ളൂ. ആ 11 പേരുണ്ടായെങ്കിൽ 20 പേരാവില്ല കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവരെക്കാൾ കൂടുതൽ മാറിപ്പോയി വിചാരിച്ചു ആളുണ്ടാവില്ല വെച്ചാൽ അങ്ങനെ പരസ്പരം വിചാരിച്ച്. അത് ഏതുപോലെ എന്നറിയോ, യഹൂദ സിനഗോഗ് എന്ന് പറയും, യഹൂദന്മാർ പള്ളിയിൽ 5000 പേര് പങ്കെടുക്കുന്ന. അപ്പോൾ പനിനീര് കൊണ്ടുവരലുണ്ട്. അപ്പോൾ ഒരുത്തൻ വിചാരിച്ച് 5000 പേര് കൊണ്ടുവരുന്ന പനിനീരില്ലേ, അത് എൻ്റെ ഒരു വെള്ളമായി ആരറിയുന്നത്. ഓക്കെ, അങ്ങനെ കുർബാന അല്ലെങ്കിൽ അത് പ്രാർത്ഥന കഴിഞ്ഞ് കപ്പ്യാരെടുത്ത് കുപ്പി പൊടിച്ചു, 1 പൊടിച്ചു, 2 പൊടിച്ചു, 10 പൊടിച്ചു, എല്ലാം വെള്ളമായി പോയി. എന്താ കാരണം? ഞാൻ ചിന്തിച്ചോലെ 5000 പേര് ചിന്തിച്ചു. അതേസമയത്ത് ഈ മാറി 11 പേര് കൂടി ഉണ്ടായതെങ്കിൽ 20 പേരാവില്ലാത്തോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തവരെ ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാം, എനിക്കിപ്പോൾ നടത്തേ തീരുന്ന ആഗ്രഹമൊന്നുമില്ല. നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. അപ്പം ശല്യം ചെയ്യില്ല, ദ്രോഹിച്ചില്ല, സഹായിച്ചില്ല, ദ്രോഹിക്കില്ലേ. വളരെ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും ഞാൻ ഒരു ദ്രോഹം ആർക്കും ചെയ്തില്ല. എന്നെങ്കിലും ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെങ്കിൽ എൻ്റെ ജീവൻ വരെ ഞാൻ കൊടുക്കാം. പക്ഷെ നേട്ടം ഉണ്ടാണ്, വെറുതെ ജീവൻ കളയാൻ പറ്റുമോ? അങ്ങനെ ചിരിക്കുന്ന സർവശ്രീയായ മൊയ്തീൻ ഷായെക്കുറിച്ച് ഇങ്ങനെ വഷളം അഭിപ്രായം പറഞ്ഞ കരുക്കൾ നിൽക്കുമ്പോൾ നമുക്ക് സഹതിപ്പിക്കാനല്ലാതെ പരാതി കൊടുക്കാതെ പോയില്ല. ഞാൻ സ്റ്റാമ്പ് പൊട്ടിച്ചത് ഇതേവരെ ഒരു പരാതി കൊടുത്തിട്ടില്ല, ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയിട്ടില്ല. പിന്നെ എൻ്റെ പരാതി തന്നത് ദൈവത്തിന് മുമ്പിൽ, അത് സ്റ്റാമ്പ് പൊട്ടിക്കില്ല, അത് ദൈവ ചെയ്ത് അങ്ങനെ ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ജനസംഖ്യക്ക് ആനുപാതികമായ സാന്നിധ്യം വേണമെന്ന് പറയുന്നത് ഒരു വർഗീയതല്ല, തീവ്രവാദമല്ല, വിഘടനവാദമല്ല, ഭീകരവാദമല്ല, രാജ്യദ്രോഹമല്ല, ഒന്നുമല്ല. അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ട് എല്ലാവർക്കും സമത്വം നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.